ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെയും പൊതുജന ആരോഗ്യത്തിന്റെയും ഭാവി നിർണ്ണയിക്കുന്നതിൽ ഒരു സുപ്രധാന തീരുമാനമാണ് കേന്ദ്ര സർക്കാർ അടുത്തിടെ കൈക്കൊണ്ടത്. ആരോഗ്യ ഇൻഷുറൻസ് പ്രീമിയത്തിനുള്ള GST പൂർണ്ണമായും ഒഴിവാക്കി. നിലവിൽ 18% GST ഈടാക്കിയിരുന്ന ആരോഗ്യ ലൈഫ് ഇൻഷുറൻസ് പോളിസികളിൽ നിന്നാണ് ഈ നികുതി ഇളവ് പ്രാബല്യത്തിൽ വരുന്നത്. ഈ തീരുമാനം ഒരു സാമ്പത്തിക പരിഷ്കരണം എന്നതിലുപരി കോടിക്കണക്കിന് ഇന്ത്യൻ കുടുംബങ്ങൾക്ക് സാമ്പത്തിക സുരക്ഷ ഉറപ്പാക്കുന്ന ഒരു സാമൂഹിക മുന്നേറ്റം കൂടിയാണ്. ഇന്ത്യയിലെ ഭൂരിപക്ഷം വരുന്ന ജനങ്ങളും ആരോഗ്യ പരിരക്ഷയുടെ കാര്യത്തിൽ വലിയ ആശങ്കയിലാണ്. ഒരു അടിയന്തര വൈദ്യസഹായം വേണ്ടി വരുമ്പോൾ അതുണ്ടാക്കുന്ന സാമ്പത്തിക ബാധ്യത ഒരു കുടുംബത്തിന്റെ സാമ്പത്തിക അടിത്തറയെ തന്നെ തകർക്കാൻ പോകുന്നതാണ്. വർദ്ധിച്ചു വരുന്ന ആശുപത്രി ചെലവുകളും മരുന്നും വിലയും സാധാരണക്കാരന്റെ ജീവിതം കൂടുതൽ ദുസ്സഹമാക്കി. ഈ സാഹചര്യത്തിൽ ആരോഗ്യ ഇൻഷുറൻസ് ഒരു അത്യാവശ്യ ഘടകമായി മാറിയിരിക്കുന്നു. എന്നാൽ അതിന്റെ ഉയർന്ന പ്രീമിയം തുക പലരെയും അതിൽ നിന്നും അകറ്റി നിർത്തി. ഈ അവസ്ഥയ്ക്കാണ് GST ഒഴിവാക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ തീരുമാനം ഒരു പരിഹാരമാകുന്നത്. നിലവിൽ 1 ലക്ഷം രൂപയുടെ പ്രീമിയത്തിന് 18,000 രൂപ നികുതി ഇനത്തിൽ നൽകേണ്ടി വരുമായിരുന്നു. എന്നാൽ ഇനി മുതൽ ഈ തുക പൂർണ്ണമായും ഒഴിവാക്കും. ഇത് ആരോഗ്യ ഇൻഷുറൻസ് പോളിസികളുടെ മൊത്തം ചെലവ് ഗണ്യമായി കുറയ്ക്കുന്നു. പോളിസി ഉടമകൾക്ക് ഇനി അടിസ്ഥാന പ്രീമിയം തുക മാത്രം അടച്ചാൽ മതി. ഈ നീക്കം പ്രത്യേകിച്ച് മധ്യവർഗ താഴ്ന്ന വരുമാനക്കാരായ കുടുംബാംഗങ്ങൾക്ക് വലിയ ആശ്വാസമാണ് നൽകുന്നത്. ആരോഗ്യപരമായി അടിയന്തര ഘട്ടങ്ങളിൽ ഉണ്ടാകുന്ന സാമ്പത്തിക ബാധ്യതയിൽ നിന്ന് ഇത് അവരെ സംരക്ഷിക്കും. ഇന്ത്യയിൽ ഏകദേശം 20% താഴെ ആളുകൾക്ക് മാത്രമേ സ്വകാര്യ ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷയുള്ളൂ. ഈ കുറഞ്ഞ നിരക്കിന് പ്രധാന കാരണം ഉയർന്ന പ്രീമിയം തന്നെയാണ്. GST ഒഴിവാക്കിയതോടെ കൂടുതൽ ആളുകൾ ഇൻഷുറൻസ് പരിധിയിൽ വരാൻ സാധ്യതയുമുണ്ട്. ഇത് രാജ്യത്തിന്റെ പൊതുജനാരോഗ്യ രംഗത്ത് വലിയ മാറ്റങ്ങൾക്കും വഴി തുറക്കും. ഇൻഷുറൻസ് ചെലവ് കുറയുന്നതോടെ ഇതുവരെ ഇൻഷുറൻസ് എടുക്കാൻ മടിച്ചവർ പോലും അതിനെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങും. ഇത് ഇൻഷുറൻസ് കവറേജിൽ ഉൾപ്പെടുന്ന ആളുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുകയും ചെയ്യും. അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന ചികിത്സാ ചെലവുകൾ കുടുംബങ്ങളെ കടക്കണിയിലേക്ക് തള്ളിവിടുന്നത് തടയാൻ ഇൻഷുറൻസ് സഹായിക്കും. ഇത് വ്യക്തിഗത കുടുംബങ്ങളുടെ സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കുന്നു. കൂടുതൽ ആളുകൾ ഇൻഷുറൻസ് എടുക്കുന്നതോടെ ആശുപത്രികൾക്ക് ഇൻഷുറൻസ് ക്ലെയിമുകളിലൂടെ വരുമാനം ലഭിക്കും. ഇത് ആരോഗ്യ മേഖലയിൽ കൂടുതൽ നിക്ഷേപങ്ങൾ വരാനും ആശുപത്രികളുടെ നിലവാരം മെച്ചപ്പെടുത്താനും സഹായിക്കും. GST വരുമാനം സംസ്ഥാന സർക്കാരുകൾക്ക് ഒരു പ്രധാന വരുമാന മാർഗമാണ്. ലൈഫ് ആരോഗ്യ ഇൻഷുറൻസ് പ്രീമിയത്തിൽ നിന്ന് ലഭിച്ചിരുന്ന GST വരുമാനം ഒഴിവാക്കുമ്പോൾ സംസ്ഥാനങ്ങൾക്ക് വലിയ സാമ്പത്തിക നഷ്ടവും സംഭവിക്കും. ഈ വിഷയത്തിൽ കേരളം ഉൾപ്പെടെയുള്ള പല സംസ്ഥാനങ്ങളും തങ്ങളുടെ ആശങ്കകൾ അറിയിച്ചിരുന്നു. കേരളത്തിന് മാത്രം ഏകദേശം 500 കോടി രൂപയുടെ വരുമാന നഷ്ടം ഉണ്ടാകുമെന്ന് സംസ്ഥാന ധനമന്ത്രി നേരത്തെ തന്നെ സൂചിപ്പിച്ചിരുന്നു. ഇൻഷുറൻസ് വരുമാനം കുറയുന്നതോടെ അത് സംസ്ഥാന സർക്കാരുകളുടെ ധനകാര്യങ്ങളെയും ബാധിച്ചേക്കാം. ദരിദ്രർക്കായി നടപ്പാക്കുന്ന പ്രത്യേക ഇൻഷുറൻസ് പദ്ധതികൾക്ക് ഫണ്ട് കണ്ടെത്തുന്നത് കൂടുതൽ ദുഷ്കരമായേക്കാം. എന്നാൽ ഈ സാമ്പത്തിക നഷ്ടം താൽക്കാലികമാണെന്നും ദീർഘകാലാടിസ്ഥാനത്തിൽ കൂടുതൽ ആളുകൾ ഇൻഷുറൻസ് പരിരക്ഷയിൽ വരുന്നതോടെ അത് ആരോഗ്യ മേഖലയെ ശക്തിപ്പെടുത്തുമെന്നും കേന്ദ്ര സർക്കാർ വാദിക്കുന്നു. കൂടാതെ കൂടുതൽ ആളുകൾ ഇൻഷുറൻസ് എടുക്കുന്നതിലൂടെ പൊതുജനാരോഗ്യത്തിനുമേലുള്ള സർക്കാരിന്റെ നേരിട്ടുള്ള ചെലവ് കുറയ്ക്കാൻ ഇത് സഹായിക്കും. കേന്ദ്ര സർക്കാരിന്റെ ഈ തീരുമാനത്തെ ഇൻഷുറൻസ് മേഖലയിലെ പ്രമുഖരും സാധാരണക്കാരും ഒരുപോലെ സ്വാഗതം ചെയ്തു. ഇൻഷുറൻസ് കമ്പനികൾ ഈ നീക്കത്തെ അഭിനന്ദിച്ചു. ഇത് കൂടുതൽ ആളുകളിലേക്ക് ഇൻഷുറൻസ് എത്തിക്കാനുള്ള അവസരം നൽകുമെന്നും അതുവഴി ഇൻഷുറൻസ് മേഖലയുടെ വളർച്ചയ്ക്ക് ആക്കം കൂട്ടുമെന്നും അവർ അഭിപ്രായപ്പെടുന്നു. ഉയർന്ന ചികിത്സാ ചെലവുകളെക്കുറിച്ചുള്ള ആശങ്കകൾ കുറയ്ക്കാൻ ഈ നീക്കം സഹായിക്കും. പല സാമ്പത്തിക വിദഗ്ധരും ഈ തീരുമാനത്തെ പ്രശംസിച്ചു. ഇത് ജനങ്ങളുടെ ക്ഷേമത്തിന് മുൻഗണന നൽകുന്ന ഒരു നയത്തിന്റെ ഭാഗമാണെന്നും അവർ വിലയിരുത്തി. GST ഒഴിവാക്കിയ ഈ തീരുമാനത്തെ ഇൻഷുറൻസ് പോളിസികളുടെ വിൽപ്പന വർദ്ധിപ്പിക്കാനും സഹായിക്കും. ഇത് രാജ്യത്തിന്റെ മൊത്തം ആരോഗ്യ പരിരക്ഷാ രംഗത്തെ ശക്തിപ്പെടുത്തും. ആളുകൾക്ക് ഇൻഷുറൻസ് എടുക്കാനുള്ള സാമ്പത്തിക ശേഷി കൂടുമ്പോൾ അവർ ചികിത്സയ്ക്കായി സ്വകാര്യ ആശുപത്രികളെ കൂടുതൽ ആശ്രയിച്ചേക്കാം. ഇത് ആരോഗ്യ മേഖലയിൽ കൂടുതൽ മത്സരം ഉണ്ടാക്കാനും സേവനങ്ങളുടെ ഗുണനിലവാരം മെച്ചപ്പെടുത്താനും സഹായിക്കും. ഈ മാറ്റം രാജ്യത്തിന്റെ സാമ്പത്തിക സ്ഥിതിയെയും നല്ല രീതിയിൽ സ്വാധീനിക്കും. സാമ്പത്തികമായി സുരക്ഷിതമായ ഒരു സമൂഹം കൂടുതൽ ഉൽപാദനക്ഷമതയുള്ളതും രാജ്യത്തിന്റെ വികസനത്തിൽ കൂടുതൽ സംഭാവനകൾ നൽകുന്നതുമായിരിക്കും. അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന സാമ്പത്തിക ബാധ്യതകൾ കുറയുന്നതോടെ കുടുംബങ്ങൾക്ക് മറ്റു കാര്യങ്ങളിൽ നിക്ഷേപിക്കാനും അങ്ങനെ രാജ്യത്തിന്റെ മൊത്തം സാമ്പത്തിക വളർച്ചയ്ക്ക് സംഭാവന നൽകാനും കഴിയും. ചുരുക്കത്തിൽ ആരോഗ്യ ഇൻഷുറൻസ് പ്രീമിയത്തിൽ നിന്ന് GST ഒഴിവാക്കിയ കേന്ദ്ര സർക്കാരിന്റെ തീരുമാനം വെറും ഒരു നികുതി ഇളവ് മാത്രമല്ല, ഒരു ജനക്ഷേമ നയമാണ്. ഇത് സാധാരണക്കാരന് ആരോഗ്യ സംരക്ഷണത്തിലുള്ള സാമ്പത്തിക ബാധ്യത കുറയ്ക്കുകയും രാജ്യത്തിന്റെ ആരോഗ്യ മേഖലയെ കൂടുതൽ ശക്തിപ്പെടുത്തുകയും ചെയ്യും. ഈ തീരുമാനം ചില സംസ്ഥാനങ്ങൾക്ക് താൽക്കാലിക സാമ്പത്തിക വെല്ലുവിളികൾ ഉയർത്തുന്നുണ്ടെങ്കിലും ദീർഘകാലാടിസ്ഥാനത്തിൽ ഇത് രാജ്യത്തിന്റെ സാമ്പത്തിക ഭദ്രതയ്ക്കും ജനങ്ങളുടെ ആരോഗ്യത്തിനും വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കുമെന്നും പ്രതീക്ഷിക്കാം. ഈ പരിഷ്കരണം ഇന്ത്യയുടെ ആരോഗ്യ ഇൻഷുറൻസ് രംഗത്ത് ഒരു പുതിയ അധ്യായത്തിനും തുടക്കം കുറിക്കുന്നു.